പേര് ബിന്ദു, ഇത് ജോഹാൻ എൻ്റെ മകനാണ്. ഞങ്ങൾ പറവൂരിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ യു കെയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 മാർച്ചിലാണ്. 2010 ഞാൻ യു കെയിൽ സ്റ്റുഡൻറ്റ് വിസയിൽ പോയിരുന്നു. ആ സമയത്ത് ഞാൻ പോയിരുന്നത് അവിടെ വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ 2009 പോയതെങ്കിലും പക്ഷേ അവിടെ നിയമം ആ സമയത്ത് വർക്ക് വിസ നിർത്തലാക്കുകയും അത് മുഖാന്തരം എനിക്ക് 2013 തിരിച്ചു വരേണ്ടി വരികയും ചെയ്തു. 2013 എൻ്റെ ആഫ്റ്റർ മാരേജ് ശേഷം ഞാനും എൻ്റെ ഹസ്ബൻഡും കാനഡ പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല പ്രൊവിൻസിലേക്ക് മാറി ഞങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് ഞങ്ങൾ പേയ്മെൻറ്റും അടച്ചിരുന്നു. ഞങ്ങൾ ഏകദേശം ഒരു 6 lakhs-ഓളം പേയ്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുടക്കി. പക്ഷേ എല്ലാം ഞങ്ങൾക്ക് കിട്ടും. പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്കത് പ്രതീക്ഷയില്ലാതെ പോവുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരാശയിലോ ഇരിക്കുന്ന ഒരു സമയത്താണ് ആ സമയത്ത് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം, ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു. ആക്ച്വലി എനിക്ക് കൃപാസനത്തിൻ്റെ ഉടമ്പടിയെക്കുറിച്ച് അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. അവരെനിക്കൊരു നമ്മളുടെ കൃപാസനം പത്രമാണ് തന്നിരിക്കുന്നത്. ഞാൻ അതിലെല്ലാ സാക്ഷ്യങ്ങളും വായിക്കും. അങ്ങനെ ഞാൻ 2022 ഞാനപ്പോൾ 2021 നമ്മളുടെ കെയർ വിസ യു കെയിലെ കെയർ വിസ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ഞാനത് പല ഏജൻസി ത്രൂ ഞാനിങ്ങനെ കെയർ വിസയിലേക്ക് പോകാനായിട്ട് നോക്കി. അങ്ങനെ പല ഏജൻസീനെ മീറ്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് ഏകദേശം 10-15 ലക്ഷം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിലാണ്. ഞാൻ അങ്ങനെ 1-2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ദൈവാദിനത്തിൽ എനിക്ക് ആ 2 ഇൻ്റർവ്യൂവിലും ഞാൻ പാസ്സായില്ല. അങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ 2022 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. മാർച്ചിൽ ഞാൻ ഇവിടുന്ന് പോയി. ഒരാഴ്ച കഴിഞ്ഞില്ല, എനിക്ക് എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, ബിന്ദു ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി എനിക്കത് ഏത് വാട്സപ്പ് നമ്പറാണെന്നോ ആരാണെന്നോ എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ അയച്ചു കൊടുത്തു. അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് പെട്ടെന്ന് നീങ്ങുകയാണ്. അപ്പോൾ ഞാനത് എനിക്ക് ആരാണെന്നോ ഒന്നും അറിയത്തില്ല. പക്ഷേ ആ ഏജൻസി എന്നെ വിളിച്ചു 2-3 പ്രാവശ്യം. അവർ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ആര് ത്രൂ ആണ് ബിന്ദു ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം പേര് പറയാൻ അറിയില്ല. ഞാൻ പറയുകയാണ് എനിക്കറിയത്തില്ല, എനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതായിരിക്കുമെന്ന് ഞാനിങ്ങനെ പറയുകയാണ്. എനിവേ ആ പ്രോസസ്സ് എൻ്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. എൻ്റെ അത് പെട്ടെന്ന് തന്നെ എൻ്റെ ആ പ്രോസസ്സ് വേഗം തന്നെ നടന്നു. എനിക്ക് ജൂൺ മാസമായപ്പോഴേക്കും എനിക്ക് യു കെയിലേക്ക് പോകാനായിട്ട് വിസ ലഭിച്ചു. അപ്പോൾ ഞാനിവിടെ വന്ന് ഇൻറ്റൻഷൻ ചെയ്ത സമയത്ത് ഒന്ന് എനിക്ക് യു കെയിലേക്ക് പോകണം എന്നുള്ളതും രണ്ടാമത് എനിക്ക് നേഴ്സായി അവിടെ ജോലി ചെയ്യണം എന്നുള്ള 2 ഇൻറ്റൻഷനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ യു കെയിലേക്ക് ഞാൻ 2022 ജൂൺ 30 ഞാൻ ഇവിടുന്ന് യു കെയിലേക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം ഒരു റെസിഡൻഷ്യൽ കെയർ ഹോമാണ്. ആക്ച്വലി അന്ന് യു കെയിൽ ഒരു റൂൾ ഉണ്ടായിരുന്നു, നമ്മൾ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായി വർക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് നമ്മളുടെ നേഴ്സിംഗ് ഇതുണ്ടെങ്കിൽ യു കെയിൽ നേഴ്സായിട്ട് നേഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളുടെ എക്സാംസൊക്കെ ക്ലിയർ ചെയ്താൽ വിത്ത് പെർമിഷനോടുകൂടി നമുക്ക് നേഴ്സാവാനുള്ള ഒരു ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ചെന്നു. പക്ഷേ ഞാൻ ചെന്ന സ്ഥലം എൻ്റെ മാറി റെസിഡൻഷ്യലാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ചെയ്താൽ ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, എൻ്റെ പിൻ നമ്പർ കിട്ടത്തില്ല. ഞാനപ്പോൾ പല പ്രാവശ്യം എൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുകയാണ്. ഇവരുടെ തന്നെ കെയർ ഹോംസ് ഉണ്ട്, നെക്സ്റ്റ് ഓപ്പോസിറ്റ് കുറേ കെയർ ഹോംസ് ഉണ്ട്, അവർക്ക് 3 കെയർ ഹോംസ് ഉണ്ട്, അത് നേഴ്സിംഗ് ഹോംസാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുകയാണ്, എന്നെ ഈ നേഴ്സിംഗ് ഹോമിലേക്ക് ഒന്ന് മാറ്റിത്തരുമോ, എനിക്ക് ഈ നേഴ്സാവാനും പിൻ നമ്പർ ലഭിക്കാനും വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിക്കുകയാണ്. 3-4 തവണ ഞാനിങ്ങനെ ചോദിച്ചു. പക്ഷേ എനിക്ക് അതിൻ്റെ എല്ലാം ഫലം അവർ ഡിക്ലൈൻ ചെയ്യുകയാണ്. അതൊരു ഇംഗ്ലീഷ് കെയർ ഹോമാണ്, അവർ ഡിക്ലൈൻ ചെയ്തു. അതിനുശേഷം ഞാനങ്ങനെ ഒത്തിരി വിഷമിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ 1 വർഷം തികഞ്ഞു. 1 വർഷം തികഞ്ഞ സമയത്ത് ഞാനപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി കാശുരൂപവും ഉടമ്പടിയിലാണെങ്കിലും ഉടമ്പടി എൻ്റെ തീർന്നെങ്കിലും ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടില്ല. പക്ഷേ ഞാൻ കാശുരൂപവും എപ്പോഴും മാതാവിനെ മുറുകെ പിടിച്ചിട്ടാണ് ഞാൻ എവിടെയും പോയിക്കൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്കാണെങ്കിലും എവിടെയും ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി ഇതിന് വേണ്ടി, ഈ ഇൻറ്റൻഷന് വേണ്ടി ഞാൻ പരിശുദ്ധ അമ്മേനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ശരിക്കും ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോം ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോമാണ്. അതിനകത്ത് അത്യാവശ്യം 10-25 റെസിഡൻസ് ഉണ്ടായിരുന്നു അന്നത്തെ സമയത്ത്.
ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളുടെ മാനേജർ പറയുകയാണ്, നമ്മളുടെ ഫയറിൻ്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഈ കെയർ ഹോം പൂട്ടുകയാണ്, പകരം നമ്മളെല്ലാവരും കൂടി അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ബ്രാഞ്ചിലുള്ള നെക്സ്റ്റ് നഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പല തവണ ചോദിച്ചിട്ടും എനിക്ക് ഡിക്ലൈൻ ചെയ്തിരുന്ന ഒരു കാര്യമാണ് എനിക്കതിലൂടെ സാധ്യമായി കിട്ടിയത്. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങളുടെ അവിടെ ഓപ്പറേഷണൽ ഡയറക്ടറായിട്ട് വന്നിരുന്ന ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു. അവരോട് ഞാൻ എൻ്റെ ഓസ്കി ക്ലിയർ ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അപ്പോൾ അന്ന് ഒരു ഹെസിറ്റേഷനും ഇല്ലാതെ പുള്ളി അന്ന് എനിക്ക് ഓക്കെ പറയുകയും ബിന്ദു പ്രൊസീഡ് ചെയ്യൂ എന്ന് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ NMCയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ NMC പ്രോസസ്സ് ചെയ്തു. അങ്ങനെ എൻ്റെ അതെല്ലാം സ്മൂത്തായി നടന്നു. അങ്ങനെ ഞാൻ 2024 മാർച്ചിൽ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നേരത്ത് ഒന്നും കൂടി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ എക്സാമിന് പോയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നമ്മളുടെ ഉപ്പോ എണ്ണയോ അങ്ങനെ ഒന്നും എൻ്റെ കയ്യിലില്ല, ആകെ കാശ് രൂപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നെ ആഗ്രഹിച്ചു, എനിക്ക് ഇച്ചിരി ഉപ്പ് കിട്ടിയാലും നന്നായിരുന്നു പരീക്ഷയ്ക്ക് പോകാൻ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കൃപാസനത്തിലെ ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ഉപ്പ് കിട്ടുകയും ഞാൻ ആ ഉപ്പ് മേടിച്ച് നമ്മളുടെ എക്സാം ഹാളിൻ്റെ പുറത്ത് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ അതിനകത്ത് ഒരു ചെറിയ രീതിയിൽ ഇടുകയും ബാക്കി ഞാൻ കഴിക്കുകയും ചെയ്തു. എൻ്റെ എക്സാം പാസ്സായി. ഞാൻ അങ്ങനെ എക്സാം പാസ്സായി. എൻ്റെ ആ പ്രോസസ്സ് അങ്ങനെ സ്മൂത്തായി നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പ്രോസസ്സ് ഭയങ്കര ഹാർഡായിരുന്നു. എനിക്ക് ഒരു രീതിയിലും എനിക്ക് NMCന്ന് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര പിൻ നമ്പർ കിട്ടുന്നേയില്ല. ശരിക്കും 3 മാസം കൊണ്ട് കിട്ടേണ്ടതാണ് പിൻ നമ്പർ, പക്ഷേ എനിക്ക് കിട്ടുന്നേയില്ല. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞ വർഷം ഞാൻ 2024 ഞാൻ ഇവിടെ വരുമ്പോൾ പിൻ നമ്പർ കിട്ടുവാണെങ്കിൽ സാക്ഷ്യം പറയാവുന്ന രീതിയിലാണ് വന്നത്. പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടിയിട്ടുണ്ടായില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ഇവിടെ വന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഈ സെയിം മാസത്തിൽ വന്നു. 24-ാം തീയതി ഞാൻ ഓൺലൈൻ ഇവിടെ ഉടമ്പടി എടുത്തു. കാരണം എൻ്റെ ഉടമ്പടി റിന്യൂ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ പേപ്പർ കാണാത്തതുകൊണ്ട് ഞാൻ പുതുതായിട്ട് ഒന്നും കൂടി ഉടമ്പടി എടുക്കുകയാണ് ചെയ്തത്. ഉടമ്പടി എടുത്തു. ഞാൻ പിന്നെയും UK പോയി. പിന്നെയും പ്രോസസ്സ് അങ്ങനെ തന്നെ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല. ഇങ്ങനെ എപ്പോഴും ഭയങ്കര തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഞങ്ങളുടെ അവിടെ പാരിഷ് ഒരു സെൻറ്റ് മേരീസ് ചർച്ചാണ്. അവിടെ ഒരു മാതാവിൻ്റെ ഒരു പാരിഷുണ്ട്, ബിഹോൾഡ് ദ മദർ. ഞാൻ ഏത് സമയവും അവിടെ പോയിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ച് എനിക്ക് നേരം കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ 2-3 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന സമയത്തായിരുന്നു ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എൻ്റെ കാശ് രൂപം കൊന്തയും കൊണ്ടുവരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ കാശ് രൂപം കാണുന്നില്ല. അതപ്പോൾ എനിക്ക് മനസ്സിലായി അത് അവിടെ നിന്ന് എനിക്ക് മിസ്സായെന്ന്. അതൊരു 65 റൂമുള്ള ഒരു വലിയൊരു കെയർ ഹോമാണ്. ഞാൻ അവിടെ ഈ കാശ് രൂപം ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്, എവിടെയാണ് എൻ്റെ കാശ് രൂപം. പക്ഷെ കാശ് രൂപം പോയതോടുകൂടി എൻ്റെ പകുതി ജീവനാണ് പോയത്. കാരണം എനിക്കത് അത്രയും വലിയ പ്രഷ്യസ് ആയൊരു കാര്യമായിരുന്നു. അന്ന് ഞാൻ അങ്ങനെ ചെന്നു. അവിടെ എല്ലാം ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു. 2-3 ദിവസം ഞാൻ ഒരു ദിവസം ഓഫ് എടുത്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ മാതാവിൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, മാതാവേ എനിക്ക് പിൻ നമ്പർ തന്നില്ലെങ്കിലും വേണ്ടിയില്ല, എൻ്റെ കാശ് രൂപം എനിക്ക് തിരിച്ചു തരണം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ദിവസം ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ദിവസം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്, മാതാവ് നിൻ്റെ കാശ് രൂപം കിട്ടും, അതോടുകൂടി നിൻ്റെ പിൻ നമ്പറും കിട്ടുമെന്ന്. അങ്ങനെ ഞാനൊരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനൊരു ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലമൊക്കെ ഞാൻ 10 പ്രാവശ്യത്തോളം നോക്കിയിട്ടുണ്ട്. എനിക്ക് മാതാവിൻ്റെ കാശ് രൂപം അവിടെ കിടന്ന് കിട്ടുകയാണ്. ഞാനത് വേഗം പോയി എടുത്തു. എനിക്ക് അപ്പം തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പിൻ നമ്പർ വരാറായെന്ന്. എൻ്റെ ഉടമ്പടി തീരുന്നതിൻ്റെ 90-ാമത്തെ ദിവസം എനിക്ക് മെയിൽ വരികയും എൻ്റെ പിൻ നമ്പർ എനിക്കത് ദൈവം പരിശുദ്ധ അമ്മ എനിക്കത് സാധ്യമാക്കി തരികയും ചെയ്തു. അതിനുശേഷം എൻ്റെ അടുത്ത നിയോഗമെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ ഈ വർഷം 6th സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ സെപ്റ്റംബർ ആകുമ്പോൾ 7th സ്റ്റാൻഡേർഡിലേക്ക് പോവാണ്. അപ്പോൾ ഇവർക്കിടെ ഒരു 6th സ്റ്റാൻഡേർഡിൽ ഒരു എക്സാം ഉണ്ട്, സാറ്റ് എക്സാംസ്. അപ്പോൾ ഇവൻ്റെ ഒരു നമ്മളുടെ ഇവിടുത്തെ SLC പോലെ ഒരു മോഡൽ എക്സാം ഇവർക്ക് നടത്തും. ആ മോഡൽ എക്സാമിൽ ഇവൻ
ലിസണിങ്ങിലും റീഡിങ്ങിലും മാത്സിലും റിസൾട്ട് വന്നപ്പോൾ നീഡ് ടു ഇമ്പ്രൂവ് ആ വന്നിരിക്കുന്നത്. അത് പാസ്സായിട്ടില്ല. 50 മാർക്കിൽ 48, 47 അങ്ങനെ. അപ്പോൾ എനിക്കത് ശരിക്കും നിരാശയായിരുന്നു. കാരണം ഇവൻ ഇവിടെ നാട്ടിൽ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷെ അവിടെ വന്നപ്പോൾ അവനത് അത്രത്തോളം അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ലല്ലോ എന്നോർത്ത് വിഷമമായിരുന്നു. അപ്പോൾ ഇവനും ഇവൻ്റെ അനിയനും എന്നും പരിശുദ്ധ അമ്മയുടെ രൂപത്തിൽ നിന്ന് എന്നും പരീക്ഷ പാസ്സാക്കി തരണേ പരിശുദ്ധ അമ്മയെന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൻ്റെ എക്സാം ദിവസം ഞങ്ങൾ ഇവൻ ഉപ്പും എണ്ണ തേക്കുകയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിപ്പോയി. പിന്നെ അതുപോലെ തന്നെ ഇവൻ ഞങ്ങളുടെ കാശ് രൂപം ഇവൻ്റെ പോക്കറ്റിൽ ഞങ്ങൾ പിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. എക്സാം റിസൾട്ട് വന്നപ്പോൾ അവൻ എല്ലാത്തിനും മാക്സിമം മാർക്ക് 80 to 120 ആണ്. എല്ലാത്തിനും എബോവ് 100 മാർക്ക് വാങ്ങി അവൻ എല്ലാത്തിനും ഉന്നത വിജയം ലഭിച്ചു. പിന്നത്തെ എൻ്റെ ഒരു സാക്ഷ്യം വെച്ചാൽ കഴിഞ്ഞ ഒരു 3 months ബിഫോർ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു അലിഗേഷൻ വരികയുണ്ടായി. സത്യം പറഞ്ഞാൽ ഞാൻ അത് ഈ സംഭവത്തെക്കുറിച്ച് അറിയില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ആ ദിവസങ്ങളിൽ വർക്ക് ചെയ്തെന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് എനിക്കും എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു. അത് ഞാൻ ഒത്തിരി വിഷമിച്ചൊരു കാര്യമാണ്. കാരണം ഞാൻ അറിയാത്തൊരു കുറ്റമാണ്, ചെയ്യാത്തൊരു കാര്യമാണ്. പക്ഷേ അപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. പരിശുദ്ധ അമ്മേനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ അടുത്ത് ഞാൻ അവിടെ മാതാവിൻ്റെ ചർച്ചിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, മല പോലെ വന്ന കാര്യം മഞ്ഞ് പോലെ ഉരുകിപ്പോയി. എൻ്റെ ആ കാര്യത്തിൽ നിന്നും എനിക്കത് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അടുത്തത്. ഇതിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ഇവൻ ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു അനഫ്ലാറ്റിക് റിയാക്ഷൻസ് ഉണ്ടായിരുന്നു. അതായത് അനഫ്ലാറ്റിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ തടിച്ചു വീർത്ത് ഞാൻ എഡിമ പോലെ ഭയങ്കര വീർത്ത് പോകുന്ന ഒരവസ്ഥ. ചിലപ്പോൾ നമ്മളത് മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ഫസ്റ്റത്തെ അനഫ്ലാറ്റിക് റിയാക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് 1-2 പ്രാവശ്യം പിന്നെയും ഈ കണ്ടീഷൻ വരികയുണ്ടായി. അപ്പോൾ UK പോകാൻ നേരത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇങ്ങനെ ഒരു റിയാക്ഷനുള്ള ഞാൻ അവിടെ ചെന്നാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇന്നേ വരെ 3 വർഷത്തിലേറെയായി ഇന്നേ വരെ ആ അസുഖം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഉണ്ടായിട്ടില്ല. അനഫ്ലാറ്റിക് റിയാക്ഷൻ എനിക്ക് വന്നിട്ടേ ഇല്ല. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ 2 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും എൻ്റെ സാലറി കിട്ടുമ്പോൾ ഒരു തുക ഞാൻ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻറ്റിനോ, മിക്കവാറും ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു സ്റ്റാഫ് ആയതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻറ്റിനോ അല്ലെങ്കിൽ കീമോതെറാപ്പി കൊടുക്കുന്ന പേഷ്യൻസിനാണ് ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേഴ്സിംഗ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ എല്ലാം എൽഡർലി പീപ്പിളാണ്. അപ്പോൾ എനിക്ക് അവരെല്ലാവരെയും സഹായിക്കാനും അവരൊരു ശരിക്കും എൻ്റെ ഒരു ഗ്രാൻഡ്പ പോലെ എനിക്ക് അവരെ സഹായിക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഒന്നും ഹോളി മാസ് ഇല്ല. മൺഡേയും വെനസ്ഡേയും ഫ്രൈഡേസൊക്കെ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ഞങ്ങൾക്ക് അവിടെ ഉള്ള ഹോളി മാസ് അവൈലബിൾ ഉള്ള എല്ലാ പ്രാവശ്യവും ഞാൻ അവിടെ പോവാറുണ്ട്. പിന്നെ പണ്ട് എനിക്ക് സൺഡേസിൽ മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. പക്ഷേ ഞാനത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എൻ്റെ സൺഡേസിലെ ഡ്യൂട്ടീസ് പരമാവധി കട്ട് ചെയ്ത് ഞാൻ വേറെ ദിവസങ്ങളിലേക്ക് മാറ്റി. ഇപ്പോൾ സൺഡേസിലും എനിക്ക് ഹോളി മാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. നേർച്ച വസ്തുക്കളെ മകൻ ഞാൻ എൻ്റെ ഓസ്കി എക്സാമിന് പോയപ്പോൾ ഞാൻ ഉപ്പ് എക്സാം ഹാളിൽ മീൻസ് പരീക്ഷാ ഹാളിൻ്റെ പുറത്ത് ഞാൻ വിതറിയിട്ടാണ് ഞാൻ പോയിരുന്നത്. അന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മകൻ്റെ എക്സാമിന് പോയപ്പോഴും മകന് കാശ് രൂപവും പിന്നെ ഉപ്പും കൊടുത്തിട്ടാണ് എണ്ണയും ഇതാക്കിയിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ലാസ്റ്റത്തെ ഈ ഇഷ്യൂ ഉണ്ടായപ്പോൾ അന്ന് എൻ്റെ ഹിയറിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ അന്ന് ഉപ്പുമായിട്ടാണ് പോയത്. ഉപ്പ് ഞാൻ ആ ഹിയറിങ്ങിന് വിളിച്ച മാഡത്തിൻ്റെ കസേരയുടെ അടിയിൽ ആരും കാണാതെ ഇട്ടുകയും അത് വിശ്വാസ പ്രമാണം ചൊല്ലുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യം എല്ലാം സ്മൂത്തായി നടന്നു കിട്ടുകയും ചെയ്തത്. അതുപോലെ തന്നെ ഇവരെന്നും സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കഴിച്ചിട്ടാണ് ഇവരെന്നും സ്കൂളിൽ പോകുന്നത്. അതുപോലെ ഞാനും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കാശ് രൂപവും കൊന്തയും അതുപോലെ തന്നെ മാതാവിൻ്റെ ഒരു രൂപവും കയ്യിൽ പിടിച്ചിട്ടാണ്. അതെൻ്റെ ഒരു ശക്തിയാണ്. കാരണം എനിക്ക് എന്നെ എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്ന ഒരു വലിയൊരു കവചമായിട്ടാണ് എനിക്കത് കാണുന്നത്. അതില്ലാതെ ഞാൻ ഒരിക്കൽ പോലും വീടിൻ്റെ പുറത്തേക്കോ ഡ്യൂട്ടിക്കോ ഞാൻ പോവാറില്ല.
ഇവിടെ എനിക്ക് വന്ന് സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധ അമ്മയും ഈശോയും അനുഗ്രഹിച്ചതിൽ ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തിലും ഇനിയും ഇടപെടണമേ, എൻ്റെ കൂടെ ഉണ്ടാകണമേ, കൂട്ടായിരിക്കണമേ എന്നുള്ള എൻ്റെ സുഹൃത ജപം ഞാൻ എപ്പോഴും ചെല്ലുന്നത് പരിശുദ്ധ അമ്മയോടാണ്. അതിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി.